പാർട്ടി പ്രഖ്യാപനത്തിന് മുന്നേ മുഖ്യമന്ത്രിക്കെതിരെ കണക്കിന് പറഞ്ഞു പി.വി. അൻവർ. മുഖ്യമന്ത്രിയാണ് CPM-നെ നിയന്ത്രിക്കുന്നത്. തനിക്കെതിരെ ഇനിയും കേസുകൾ വരാമെന്നും നിവൃത്തിയില്ലെങ്കിൽ MLA സ്ഥാനം ഒഴിയുമെന്നും അൻവർ. വൈകിട്ട് 5 മണിക്ക് മഞ്ചേരിയിലാണ് അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനം. പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ്. അതിൻ്റെ ഒരു നയ വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ദിനത്തിലെ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ മഞ്ചേരിയിലേക്കാണ്. രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അൻവർ രൂപം കൊടുക്കുന്ന കൂട്ടായ്മ ആത്യന്തികമായി രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവത്തിലുള്ളതായിരിക്കും. DMK-യുടെ കൂടെ നീങ്ങി CPM-നെ പ്രതിരോധത്തിലാക്കുക തന്നെയായിരിക്കും അൻവറിന്റെ പ്രഥമ ലക്ഷ്യം. മതേതര ശക്തിയായി MK സ്റ്റാലിനെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയനെ നേരിടുന്നത് വഴി തനിക്കെതിരെ ഉയർന്ന വർഗീയ ആരോപണങ്ങൾക്കും മറുപടി പറയുകയാണ് അൻവർ. ഈ ടേം അദ്ദേഹത്തിന് മുഴുവൻ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല, അല്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടാവില്ല, എഴുതി വെച്ചോ. ഒപ്പം സഹിച്ചു നിൽക്കുന്നതിന് പരിധി ഉണ്ടാവും. ഈ കണ്ടു കാണപ്പെട്ട MLA-മാർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അത് പൊട്ടും. മുഖ്യമന്ത്രിയെയും ADGP-യെയും കടന്നാക്രമിക്കുന്നതും അൻവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ ഉന്നയിച്ച കാര്യങ്ങൾ മാത്രം മതി. പക്ഷെ എന്താണ്, ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ, കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു നിലക്കും കൈവിടില്ല. ആർക്ക് കൊടുക്കുന്ന മെസ്സേജാണിത്? പാർട്ടിയെ ഒരു ഘട്ടത്തിലും തള്ളി പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പ്രവർത്തകരെ ഒപ്പം ചേർക്കലാണ് അൻവറിന്റെ നീക്കം. എല്ലാം മഞ്ചേരിയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അൻവർ ബാക്കിയാക്കുന്ന സസ്പെൻസ് എന്തെന്നാണ് കണ്ടറിയേണ്ടത്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അരുൺ, എന്തായാലും ഇന്നും ഇനി മഞ്ചേരിയിൽ കാണാമെന്നുള്ളതാണ്. അതിനുള്ള കാത്തിരിപ്പുമാണ്. ഒരു പാർട്ടിയായിട്ട് ഔദ്യോഗികമായി രാഷ്ട്രീയ പാർട്ടിയെ പ്രഖ്യാപിക്കില്ല എന്നുള്ള കാര്യം അൻവർ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോലും അൻവറിനൊപ്പം ആരൊക്കെ ഉണ്ടാകും, അൻവറിന് കൂടെ എത്ര പേർ പങ്കാളികളായി അൻവറിനെ പിന്തുണച്ചുണ്ടാകുമെന്നൊക്കെയുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? രാവിലെ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അൻവർ. തീർച്ചയായും അക്ഷയ, പലതും പറയാതെ പറയുന്നുണ്ട് അൻവർ, പലതും ബാക്കി വെക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൂട്ടായ്മയാണ് ഇപ്പോൾ, അതിനൊരു സാങ്കേതിക തടസ്സം മാത്രമാണ് ഇപ്പോൾ പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള. അങ്ങനെയാണ് അൻവറിൻ്റെ മുന്നോട്ടുള്ളൊരു നീക്കം. തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് വ്യത്യസ്തമായ ചോദ്യങ്ങൾ, ഓരോ ഘട്ടത്തിലും ഓരോ ചോദ്യമായി. ഈ വിഷയം ഇത് അവസാനിക്കുന്നേ ഇല്ല എന്ന തരത്തിലാണ് മുന്നോട്ടുള്ള പോക്കുണ്ടായത്. അപ്പോൾ അൻവർ ഒരു പാർട്ടി പ്രഖ്യാപനവുമായി വരുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിലൊരു ചടുല നീക്കം നടത്തുന്നു. DMK-യെ തന്നെ നേരിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ അത്രയും സ്വീകാര്യമായ MK സ്റ്റാലിൻ എന്ന നേതാവ്, CPM-വുമായി അടുത്ത ബന്ധമുള്ള നേതാവ്, അൻവറിനെതിരെ CPM ഒരു വർഗീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധമൊക്കെ ഉന്നയിക്കുമ്പോൾ അവിടെ പ്രതിരോധിക്കാൻ സ്റ്റാലിൻ അത്തരത്തിൽ മതേതര നിലപാട് ഉയർത്തുന്ന ശക്തനായ ഒരു നിലപാടുള്ള നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ ഏറെ വേരോട്ടമുള്ള നേതാവാണ് MK സ്റ്റാലിനെ കൂട്ടുപിടിച്ച് വരുമ്പോൾ CPM അത് ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്ന രാഷ്ട്രീയ ചോദ്യം അവിടെ ബാക്കിയാണ്. അതിൽ നിന്നും ഒക്കെ കൂടി ഇനിയും അൻവർ ബാക്കി വെക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് മഞ്ചേരിയിൽ കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ജാഥയ്ക്ക് എന്തായാലും അൻവർ മുന്നോട്ടേക്ക് പൊതുയോഗത്തിലേക്ക് എത്തുന്നത്. 5 മണിക്കാണ് മഞ്ചേരിയിലെ യോഗം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് നിരീക്ഷിക്കാനായി DMK-യിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ എത്തും എന്നുള്ളത് തന്നെയാണ്. ഇതൊരു സോഷ്യൽ മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നേരിട്ട് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്ന തരത്തിൽ ഈ ഒരു MLA-ക്ക് സാധ്യമല്ല, ഒരു സ്വതന്ത്രനായ MLA-ക്ക് സാധ്യമല്ല എന്നുള്ളൊരു തടസ്സം അവിടെ നിലനിൽക്കെ കൂടിയാണ് അൻവറിൻ്റെ ചടുലമായ നീക്കം.